പ്രതീക്ഷിക്കാത്ത ഒരു അട്ടിമറി വിജയമാണ് ഇപ്പോൾ BJPക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് എടുത്തു പറയേണ്ടി വരും. അതും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ കോട്ടയിലാണ്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ BJPയുടെ ഈ ഒരു അട്ടിമറി വിജയം ഉണ്ടായിരിക്കുന്നതെന്ന് എടുത്തു പറയണം. വിശദമായി പറയുകയാണെങ്കിൽ കർണാടകയിലാണ്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇപ്പോൾ BJP ഈ ഒരു പ്രധാനപ്പെട്ട വിജയം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ. ദക്ഷിണ കന്നഡയിലെ 3 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2 കോൺഗ്രസ് ഇപ്പോൾ BJPയോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഡിസംബർ 21 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP കിന്നിഗോളി, ബാജ്പേയി ടൗൺ പഞ്ചായത്തുകൾ നേടുകയായിരുന്നു. അതേസമയം ദക്ഷിണ കന്നഡയിൽ നടന്ന 2 നഗര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ BJP വിജയിക്കുകയായിരുന്നു. ഭരണകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ചെയ്തിരിക്കുകയാണ് ഇത്. ബാജ്പേയി കിന്നിഗോളി ടൗൺ പഞ്ചായത്തുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നപ്പോഴത്തേക്കും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമായി മാറുകയായിരുന്നു. 2023 അധികാരത്തിലെത്തിയതിനു ശേഷം 5 വാഗ്ദാനങ്ങൾ നൽകി ഭരണകക്ഷി 5 വർഷത്തെ കാലാവധിയുടെ പകുതി കടന്നതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസിന്റെ ഈ ഒരു പരാജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ. ഈ വർഷം ജില്ലയിൽ നടന്ന 3 ULB തെരഞ്ഞെടുപ്പുകളിൽ 2 ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിലായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കഡബ ടൗൺ പഞ്ചായത്ത് മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞതെങ്കിൽ കിന്നിഗോളി, ബാജ്പേയി ടൗൺ പഞ്ചായത്തുകൾ BJP നേടുകയായിരുന്നു. ബാജ്പേയി ടൗൺ പഞ്ചായത്തിലെ 19 സീറ്റുകളിൽ 11 എണ്ണം BJPയും 4 കോൺഗ്രസും 3 സീറ്റുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും, അതായത് SDPI നേടുകയായിരുന്നു. ബാക്കിയുള്ള സീറ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നേടി. കിന്നിഗോളി ടൗൺ പഞ്ചായത്തിൽ 18 സീറ്റുകളാണുള്ളത്. അതിൽ 10 സീറ്റുകൾ BJP നേടുകയായിരുന്നു, 8 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുകയായിരുന്നു. ബാജ്പേയി ടൗൺ പഞ്ചായത്തിലെ 19 സീറ്റുകളിൽ 7 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരുന്നു. കിന്നിഗോളി പഞ്ചായത്തിൽ 18 സീറ്റുകളിൽ 6 എണ്ണം സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരുന്നു. നേരത്തെ 2025 ഓഗസ്റ്റ് 17 കഡബ ടൗൺ പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളിൽ 8 സീറ്റുകൾ കോൺഗ്രസ് നേടിയിരുന്നു, 5 സീറ്റുകൾ BJPക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം നടന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നത് തന്നെ. BJPയുടെ ദക്ഷിണ കന്നഡ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രേമാനന്ദ ഷെട്ടി പറഞ്ഞത് വോട്ടർമാർ കോൺഗ്രസിന്റെ ദുർഭരണം നിരസിച്ചുവെന്നും BJPയുടെ വികസന അജണ്ടയെ അനുകൂലിച്ചു എന്നും ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നു എന്നാണ്. എന്തു തന്നെ ആയാലും ഇപ്പോൾ 2 അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയാം. അതിൽ തന്നെ ദക്ഷിണ കന്നഡയിലെ 3 നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 2 കോൺഗ്രസ് BJPയോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജയത്തെ അവർ കോൺഗ്രസിന്റെ ദുർഭരണത്തിനുള്ള തിരിച്ചടിയായിട്ട് അവർക്ക് ലഭിച്ച ഒരു വലിയ ജനരോഷമായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് BJP ഇപ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യമായിട്ട് കർണാടകയിൽ മാറിയിരിക്കുകയാണ്. എന്തായാലും കർണാടകയിൽ ഇപ്പോൾ ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയും പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, അതായത് BJP നിലവിൽ പ്രതിപക്ഷമാണ്, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഊർജം പകരുന്ന ഒരു വിജയമായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്.